ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ഓ അതിനെന്താ, അമ്മയുടെ പ്രാർത്ഥന ഇപ്പോഴും ഉണ്ടാവും. അമ്മ എനിക്ക് മുത്തിനെ ഇഷ്ടം, കെട്ടിച്ചേരും. മുത്തിനെ എനിക്ക് ഇഷ്ടാ, കെട്ടിച്ചേരാവോ? എന്ത് ഒച്ചത്തി പറഞ്ഞേ? മുത്തിനെ എനിക്ക് ഇഷ്ടമാ, കെട്ടിച്ചേരാവോ? മോനെ അവക്ക് 10-18 വയസ്സായിട്ടുള്ളൂ. ജൂലൈ 4, 2005. ഇപ്പൊ വേണ്ട, ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് മതി അമ്മേ. അമ്മ ഈ കൈ ഒന്നിന്റെ ഹൃദയത്തോട് വെച്ച് നോക്കിയേ, മൊത്തം അവളാ. അമ്മ കാണാൻ പറ്റുന്നില്ലേ അത്? ചെറുക്ക കൈവിട്ടെ. നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ പെണ്ണ് ചോദിച്ചോണ്ട് വന്നത്? ഞാൻ ആന്റി അല്ലേ, അമ്മേടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അമ്മേടെ അടുത്ത് ആന്റി ആണെങ്കിലും ഞാൻ അവളുടെ അമ്മേനെ പോലെ തന്നെയാ. അപ്പോഴീ അമ്മ എന്നെ അനുഗ്രഹിക്കണം. സമയം ആവട്ടെ, ഇപ്പൊ ചെല്ലാൻ നോക്ക്. ജീവനെ പോലെ ചെറുങ്ങനെ കിട്ടത്തില്ല നിങ്ങൾക്ക്. നല്ല ഇറങ്ങ, വെള്ളോടി ഇല്ല, സിഗരറ്റ് ഇല്ല, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അമ്മേ. എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായി, മറക്കാൻ പറ്റൂല അമ്മ. സത്യമായിട്ട് എനിക്ക് മറക്കാൻ പറ്റൂല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റും. തീരുമാനം ഉണ്ടാക്കണവരെ ഞാൻ ഇവിടെ നിൽക്കും. ലില്ലി ഇവിടെ ഉണ്ടായിരുന്നു. ലില്ലി പറഞ്ഞായിരുന്നു ലല്ലുവിന്റെ കാര്യം. ലല്ലുവിന്റെ എന്ത് കാര്യം? അതൊന്നുമില്ല മോനെ, മുത്തിനു കൊണ്ടേ ലല്ലുവിനൊന്ന് ആലോചിച്ചത്. അതെങ്ങനെ ശരിയാവും? എന്ത് ശരിയാ? ശരിയാവും? അത് നടക്കൂല. പിന്നെ നീയാണോ പറയണ? അമ്മ പറഞ്ഞോടമ്മ. അത് അമ്മിണി ചേച്ചിയുടെ മോൻ മുത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ. ഇവനോ ജോലിയും കൂലി ഇല്ലാതെ വായി നോക്കിക്കൊണ്ട് നടക്കണ ഈ ലല്ലുവിൽ എന്ത് ജോലിയാണോ? അവന് ബോംബെ നല്ല ജോലി. എനിക്ക് എറണാകുളത്തെ ജോലി. എന്റെ മേനകരി എന്റെ മേനകന്ന് കേട്ടിട്ടുണ്ടാ? വലിയ കമ്പനി, അവിടെ എനിക്ക് ജോലി. അവിടെ ചുമ്മാ വായി നോക്കിക്കൊണ്ട് നടക്കുമായിരിക്കും. അത് ലല്ലു അങ്ങ് ബോംബെയില്. അവന് അവിടെ നല്ല ജോലി തന്നെയാണ്. അവന് നല്ല ജോലി ശമ്പളം ഉള്ളതുകൊണ്ടാണ് അവ ഇപ്പൊ ചോദിച്ചത്. അയ്യടാ, അവനവിടെ എന്തായിരുന്നാലും ശമ്പളം എനിക്കുണ്ട്. അവൻ എത്ര ശമ്പളം എത്ര? അവന് നല്ല ശമ്പളം. അവന് 10-50,000 പുറത്തുണ്ട് ശമ്പളം. നിനക്ക് ഇവിടെ 10 രൂപ കിട്ടുമോ? അത്രയും കൂടുതൽ വേണം. പോക്കറ്റ് അടിക്കുന്നവർക്ക് അത്രയും കൂടുതൽ കാണും. പിന്നെ അവന് അന്തസായി നല്ല ജോലി ചെയ്യല്ലേ. എന്താ വിഷയം? മുത്തേ പറഞ്ഞു കൊടുക്ക്, ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്, നമ്മൾ 3 വർഷം അതിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യം. പ്രണയോ? മോക്ക് ലല്ലുവിനല്ലേ ഇഷ്ടം? എനിക്ക് ലല്ലു ചേട്ടനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. എന്തെന്ന് അതിനാണ് ഇവിടെ അടി? രണ്ടുപേരും നിനക്ക് കല്യാണാലോചനയായിട്ട് വന്നതാ. എനിക്കാ? നിനക്കിപ്പോ ഇവനെ കെട്ടണോ ലല്ലുവിനെ കെട്ടണോ? നിനക്കൊക്കെ എന്താണ്? എനിക്കിപ്പോ 18 വയസ്സായിട്ടുള്ളൂ. എനിക്കൊരു ഗോളുണ്ട്, ഡോക്ടർ ആവുക. അതായി ജോലി ചെയ്ത് കുറച്ച് എന്റെ അമ്മ അച്ഛനെയൊക്കെ ഒന്ന് വെൽ സെറ്റിൽ ആക്കിയിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലും ഉള്ളൂ കല്യാണത്തിനെ കുറിച്ച്. ഞാൻ അഥവാ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഞാൻ കെട്ടും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ കെട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും മുത്തേ? ചേട്ടൻ എന്നെയും കാട്ടി നല്ല പെണ്ണിനെ കിട്ടും, ഉറപ്പാണ്. ലല്ലു ചേട്ടനും കിട്ടും. തീരണ്ടായില്ലോ, നമുക്ക് പോയാലാ? നീ ചെല്ല്. പോട്ടെ പോട്ടെ. ആ പോയ വിഷയം ഇനിയെങ്കിലും എഴുതിയെടുക്കണം കേട്ടോ. അത് നോക്കണ്ട. ബാ ശരി ചേട്ടാ. ലല്ലുവിനോടും വിളിച്ച് പറഞ്ഞേക്ക്. പോട്ടാ തങ്കം. ഓ ശരി. ഇതിപ്പോ ആകെ പ്രശ്നമാണ്. ഈ പെണ്ണിനെയും കൊണ്ട് വീട്ടിലിരിക്കാൻ പാടില്ലല്ലോ. കല്യാണാലോചനയായിട്ട് വീട്ടിലോട്ട് കയറി വരുന്നത് ഇങ്ങനെ വരാതിരിക്കും. ഞാൻ അത്ര സുന്ദരിയല്ലേ? അയ്യോ, ഒരു സുന്ദരി കോത. എന്തേ അല്ലേ? വയ്യ.